Hello dear students. Today we will discuss how to find the sum of outer angles of a polygon. ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ത്രികോണം പരിഗണിക്കാം. Here we have triangle ABC. ഈ ട്രയാങ്കിളിലെ ഇന്റീരിയർ അഥവാ ഇന്നർ ആംഗിൾസ് ആണ് എയും ബിയും സിയും. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിലെ ഓരോ വേർട്ടെക്സിലും അവിടെ സൈഡുകൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യാം. എ എന്ന വേർട്ടെക്സിൽ ഞാൻ AC എന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് എഫ് എന്ന ആംഗിൾ കിട്ടി. അതേപോലെ ബി എന്ന ശീർഷത്തിൽ ഞാൻ AB എന്ന വശത്തെ നീട്ടി വരച്ച് കോൺ E കിട്ടിയിരിക്കുന്നു. ദ സെയിം വേ ഐ ഗോട്ട് ആംഗിൾ D. ഇനി നമുക്ക് ആംഗിൾ ഇയും ആംഗിൾ ഡിയും ആംഗിൾ എഫും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നോക്കാം. അതായത് ത്രികോണം ABC-യുടെ പുറം കോണുകളുടെ തുക എത്രയാണ് എന്ന് നോക്കാം. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്, അതായത് A + B + C. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഇനി അതുപോലെ ഈ A എന്ന വേർട്ടെക്സ് പരിഗണിച്ചാൽ കോൺ എയുടെയും കോൺ എഫിൻ്റെയും പ്രത്യേകത എന്താണ്? ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അതെ, ഈ രണ്ട് കോണുകളും രേഖീയ കോണുകൾ ആണ്. അതായത് ഈ രണ്ട് കോണുകളും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നു. ആംഗിൾ A + ആംഗിൾ F gives 180 degree. The reason being these two angles are linear pairs. അതേപോലെ B എന്ന വേർട്ടെക്സിൽ ആംഗിൾ ബിയും ആംഗിൾ ഇയും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നു. അതുപോലെ സിയിൽ ആംഗിൾ സിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവയെല്ലാം രേഖീയ ജോഡികൾ അഥവാ ലീനിയർ പെയേഴ്സ് ആണ്. ആദ്യം നമുക്ക് കിട്ടാനുള്ള കാരണം ഇത് ആംഗിൾ സം പ്രോപ്പർട്ടി. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്നും നമുക്ക് അറിയാം. ഇവിടെ നോക്കൂ, ഈ ത്രികോണത്തിന് 3 വശങ്ങളാണ് ഉള്ളത്. ഇവിടെ എത്ര രേഖീയ ജോഡികളെ നമുക്ക് കിട്ടി? 1, 2, 3. ഇവിടെ നമുക്ക് 3 രേഖീയ ജോഡികളാണ് കിട്ടിയത്. അതായത് 3 വശങ്ങളുള്ള ത്രികോണത്തിൽ നമുക്ക് 3 രേഖീയ ജോഡികളാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇവയെ തമ്മിൽ തുക കാണാം. അതായത് A + F + B + E + C + D. ഈ ത്രികോണത്തിലെ എല്ലാ കോണുകളും കൂടി കൂട്ടാം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? A + F എന്ന് പറയുന്നത് 180, B + E എന്ന് പറയുന്നതും 180, C + D എന്ന് പറയുന്നതും 180. അതായത് ഈ തുക എന്ന് പറയുന്നത് 3 × 180 ഡിഗ്രിയാണ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി ഇതിൽ നമുക്കറിയാം എയും ബിയും സിയും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് ആദ്യം എഴുതാം. A + B + C + F + E + D. നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമുക്ക് കിട്ടുന്നു 3 × 180. അപ്പോൾ ഇതിൽ A + B + C എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമുക്ക് 180 A + F + E + D = 3 × 180 എന്ന് കിട്ടി. ഈ 180 എന്നത് നമ്മുടെ ത്രികോണത്തിലെ കോണുകളുടെ തുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ത്രികോണത്തിലെ ബാഹ്യ കോണുകൾ, എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ്. അത് എത്രയാണ്? 3 × 180 - 180. 3 × 180 - 180 എത്രയാണ് കിട്ടുന്നത്?
2 ഇൻറ്റു 180, അതായത് 360 ഡിഗ്രി എന്ന് കിട്ടുന്നു. നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇ പ്ലസ് ഡി പ്ലസ് എഫ് കാണാനായിരുന്നു. അത് എത്രയാണെന്നാണ് നമുക്ക് കിട്ടിയത്? 360 ഡിഗ്രിയാണ് എന്ന് നമുക്ക് കിട്ടി. അതായത് ഒരു ത്രികോണത്തിലെ ബാഹ്യ കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം പരിഗണിക്കാം. ഒരു ചതുർഭുജത്തിന് എത്ര വശങ്ങളാണുള്ളത്? 4 വശങ്ങൾ. ഇനി ഇവിടെ എത്ര രേഖീയ ജോഡികളെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് നോക്കാം. ഇവിടെ എ, ബി, സി, ഡി ഇങ്ങനെ 4 ആന്തരിക കോണുകളാണ് ഉള്ളത്. ഈ കോണുകളുടെ തുക എത്രയായിരിക്കും? നമുക്ക് ആന്തരിക കോണുകൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം അറിയാം. n-2 ഇൻറ്റു 180. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്. സോ 4 - 2 ഇൻറ്റു 180, അതായത് 2 ഇൻറ്റു 180 അഥവാ 360 ഡിഗ്രിയാണ് ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ തുക. ഇനി ഇവിടുത്തെ ബാഹ്യ കോണുകൾ ഏതൊക്കെയാണ്? കോൺ 1, കോൺ 2, കോൺ 3, കോൺ 4. ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ 4 കോൺ അളവുകളുടെയും തുക എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ഈ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കോണും എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ കോണും, ഈ 2 കോണും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്നു? 180 ഡിഗ്രി കിട്ടുന്നു. അതേപോലെ ബിയും 2ഉം, ഈ 2 കോണുകളും ചേർത്താൽ 180, ഈ 2 കോണുകൾ ചേർത്താൽ 180, ഈ 2 കോണുകളും ചേർന്നാൽ 180 കിട്ടുന്നു. അതായത് ഈ ആംഗിൾസ് എല്ലാം ലീനിയർ പെയർസ് അഥവാ രേഖീയ ജോഡികളാണ്. അങ്ങനെ എത്ര രേഖീയ ജോഡികൾ അഥവാ ലീനിയർ പെയർസ് ഉണ്ട് ഇവിടെ? ഇവിടെ നമുക്ക് 4 ലീനിയർ പെയർസ് ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ കോണുകളെല്ലാം കൂട്ടിയാൽ എത്ര കിട്ടുന്നു? ഈ ഒരു പെയർ ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇങ്ങനെ 4 ജോഡി രേഖീയ ജോഡികളുണ്ട്. അപ്പോൾ അവ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 4 ഇൻറ്റു 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ ചതുർഭുജത്തിലെ ഈ ആന്തരിക കോണുകളും ബാഹ്യ കോണുകളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 4 ഇൻറ്റു 180 ആണ് കിട്ടുന്നത്. അതായത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 ചെയ്താൽ നമുക്ക് 4 ഇൻറ്റു 180 ഡിഗ്രി കിട്ടുന്നു. അതിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി, അതായത് നമ്മുടെ ക്വാഡ്രിലാറ്ററലിലെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 2 ഇൻറ്റു 180 ഡിഗ്രി ആണ്. ഇതെന്ന് പറയുന്നത് 2 ഇൻറ്റു 180 ഡിഗ്രി ആണ്. ഈ ബാക്കി ആംഗിൾസ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇവയുടെ സം എന്ന് പറയുന്നത് 4 ഇൻറ്റു 180 ഡിഗ്രി. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ആവശ്യം ഈ എക്സ്റ്റീരിയർ ആംഗിൾസ് അഥവാ പുറം കോണുകളുടെ തുകയാണ് ഇതെന്ന് പറയുന്നത്. 4 ഇൻറ്റു 180 മൈനസ് 2 ഇൻറ്റു 180 ആണ്. അതായത് 2 ഇൻറ്റു 180 സമം 360 ഡിഗ്രിയാണ് ഈ ചതുർഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക. ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ ത്രികോണത്തിൻ്റെ പുറം കോണുകളുടെ തുകയും 360 ആണ് കിട്ടിയത്. ചതുർഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുകയും 360 ആണ് കിട്ടിയത്. ഇനി ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഞ്ചഭുജവും ഷഡ്ഭുജവും എല്ലാം വരച്ചു നോക്കാം. You can try finding the sum of outer angles of pentagons, hexagons and so on. അപ്പോൾ ഇൻ ജനറൽ ഒരു പോളിഗണിലെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു പോളിഗൺ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു
പോളിഗൺ അഥവാ ബഹുഭുജം പരിഗണിക്കാം. ഈ ബഹുഭുജത്തിന് n വശങ്ങളാണ് ഉള്ളത് എന്ന് കരുതുക. n വശങ്ങളുള്ള ഒരു ബഹുഭുജം പരിഗണിക്കുക. ഈ ബഹുഭുജത്തിൻ്റെ ഓരോ ശീർഷത്തിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വശങ്ങൾ നീട്ടി വരച്ച് ബാഹ്യകോണുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ n എണ്ണം ഇൻറ്റീരിയർ ആംഗിൾസും എക്സ്റ്റീരിയർ ആംഗിൾസും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പോലെ നോക്കാം. ഈ പോളിഗണിലെ ഇൻറ്റീരിയർ ആംഗിൾസ് അഥവാ ആന്തരിക കോണുകളുടെ തുക എത്രയായിരിക്കും? n വശങ്ങളുള്ളത് കൊണ്ട് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് n - 2 × 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ n വശങ്ങളാണ് ഉള്ളത് അല്ലേ? അപ്പം 3 വശങ്ങളുള്ള ത്രികോണത്തിൽ നമുക്ക് എത്ര രേഖീയ ജോഡികൾ കിട്ടി? 3 എണ്ണം. അതേപോലെ 4 വശങ്ങളുള്ള ചതുർഭുജത്തിൽ നമുക്ക് 4 രേഖീയ ജോഡികൾ കിട്ടി. അങ്ങനെയാണ് എങ്കിൽ n സൈഡ്സ് ഉള്ള ഒരു പോളിഗണിൽ എത്ര ലീനിയർ പെയേഴ്സ് കിട്ടും? സംശയമൊന്നുമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, we will get n ലീനിയർ പെയേഴ്സ്. അങ്ങനെയാണ് എങ്കിൽ ഈ ലീനിയർ പെയേഴ്സിൻ്റെ സം എത്രയായിരിക്കും? ഒരു ലീനിയർ പെയറിലെ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആണ്. അപ്പം n എണ്ണമുണ്ട്. സോ ദ സം വിൽ ബി n × 180 ഡിഗ്രി. അങ്ങനെ ഈ പോളിഗണിലെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് n - 2 × 180 ഡിഗ്രിയും ഈ പോളിഗണിലെ ലീനിയർ പെയർസ് അഥവാ ഈ പോളിഗണിലെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് n × 180 ഡിഗ്രിയുമാണ്. ഈ തുകയിൽ പുറം കോണുകളുടെ തുകയും അകക്കോണുകളുടെ തുകയും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടത് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ് അഥവാ പുറം കോണുകളുടെ തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ മൊത്തം കോണുകളുടെ തുകയിൽ നിന്ന് ആന്തരിക കോണുകളുടെ തുക കുറച്ചാൽ മതി. If we subtract the sum of interior angles from the sum of all angles of the polygon, we get the sum of exterior angles. അപ്പം തുക എന്ന് പറയുന്നത് n × 180 മൈനസ് n - 2 × 180. പുറത്തുള്ളത് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റാക്കി മാറ്റാം. ഇനി ഇത് ബ്രാക്കറ്റ് തുറന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ വി ഗെറ്റ് n × 180 മൈനസ് ആദ്യം നമുക്ക് n-നെയും 180-നെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n × 180. ഇനി -2 × 180. 180നോട് -2 ഗുണിച്ചാൽ നമുക്ക് -360 കിട്ടുന്നു. അപ്പം ഇവിടെ നമുക്ക് ഒന്നുകൂടെ ബ്രാക്കറ്റ് തുറക്കാം. n × 180 മൈനസ് n × 180 ബ്രാക്കറ്റ് തുറക്കുകയാണ്. ഇനി അടുത്തത് മൈനസും മൈനസും കൂടി പ്ലസ് ആയി പ്ലസ് 360. നോക്കൂ, n × 180 അഥവാ 180n മൈനസ് n × 180 180n പ്ലസ് 360 എന്നാണ് കിട്ടുന്നത്. 180nൽ നിന്ന് 180n കുറച്ച് ബാക്കി എത്രയാണ്? 0. സോ 0 + 360 അതായത് 360 എന്ന് കിട്ടി. പോളിഗൺ n വശങ്ങളുള്ള ഈ പോളിഗണിലെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് കിട്ടി. അതായത് ഏതൊരു ബഹുഭുജം എടുത്താലും ആ ബഹുഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നമുക്കറിയാം ബഹുഭുജങ്ങളുടെ ആന്തരിക കോണുകൾ പോളിഗൺസിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും ആ പോളിഗണിൻ്റെ സൈഡ്സിൻ്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് സൈഡ്സ്. പക്ഷേ ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതൊരു പോളിഗൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്ത കാര്യം ഇവിടെ ഒരു ടേബിൾ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന് 3 വശങ്ങളും നമ്മൾ ബാഹ്യ കോണുകൾ വരച്ചപ്പോൾ 3 രേഖീയ ജോഡികളും നമുക്ക് കിട്ടി. ഈ രേഖീയ ജോഡികളുടെ തുക എന്ന് പറയുന്നത് 3 × 180 ഡിഗ്രി ആണ്. അതുപോലെ ഒരു ത്രികോണത്തിലെ ആന്തരിക കോണുകളുടെ തുക എന്നത് 1 × 180 അല്ലെങ്കിൽ 180 ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബാഹ്യ കോണുകൾ അഥവാ പുറം കോണുകളുടെ തുകയാണ്. ഇത് കണ്ടെത്തുന്നതിനായി നമ്മുടെ ത്രികോണത്തിലെ മൊത്തം കോണുകളുടെ തുക അഥവാ ഈ രേഖീയ ജോഡികളുടെ തുകയിൽ നിന്ന് ആന്തരിക കോണുകൾ അഥവാ ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക കുറച്ചാൽ മതി. സോ ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 3 × 180 മൈനസ് 1 × 180 ആണ്. അതായത് 2 × 180 അഥവാ 360 ഡിഗ്രിയാണ് ഒരു ത്രികോണത്തിലെ ബാഹ്യ കോണുകൾ അഥവാ പുറം കോണുകളുടെ തുക. ലൈക്ക്വൈസ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഹാവിംഗ് 4 സൈഡ്സ്. ഇവിടെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾസ് വരയ്ക്കുന്നതിന് വേണ്ടി സൈഡ്സ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് 4 ലീനിയർ പെയേഴ്സ് ആണ് കിട്ടിയത്. ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ആണ്. ഹിയർ വി ഹാവ് 4 ലീനിയർ പെയേഴ്സ് ആൻഡ് സോ ദ സം ഓഫ് ലീനിയർ പെയേഴ്സ് വിൽ ബി ഈക്വൽ ടു 4 × 180 ഡിഗ്രി. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിലെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക അഥവാ സം എന്ന് പറയുന്നത് 4 × 180 ആണ്. ഇനി നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിലെ ഇന്നർ ആംഗിൾസ് ആന്തരിക കോണുകൾ അഥവാ അകക്കോണുകളുടെ തുക എന്നത് 2 × 180 ഡിഗ്രിയാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം n-2 × 180. ഇതാണ് ഒരു പോളിഗണിലെ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ സമവാക്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മാണ്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് വി ഹാവ് ടു സബ്ട്രാക്ട് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഫ്രം ദ സം ഓഫ് ഓൾ ദി ആംഗിൾസ് ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ. ഈ ചതുർഭുജത്തിലെ കോണുകളുടെ തുക എന്നത് എല്ലാ കോണുകളും അകക്കോണുകളും പുറം കോണുകളും ചേർന്ന് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 4 × 180 ആണ്. ഇതിൽ നിന്ന് അകക്കോണുകളുടെ തുകയായ 2 × 180 നമുക്ക് കുറയ്ക്കാം. സോ വെൻ വി സബ്ട്രാക്ട് വി ഗെറ്റ് 2 × 180. ഇതേപോലെ തന്നെ പെൻറ്റഗണിലെയും ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് 2 × 180 ആണ് എന്ന് കിട്ടുന്നു. ഇൻ ജനറൽ n സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ എടുത്താൽ n വശങ്ങളുള്ള ഒരു ബഹുഭുജം എടുത്താൽ ആ ബഹുഭുജത്തിൽ n എണ്ണം ലീനിയർ പെയേഴ്സ് അഥവാ n എണ്ണം രേഖീയ ജോഡികൾ കിട്ടുന്നു. ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ആണ്. n എണ്ണം രേഖീയ ജോഡികൾ ഉള്ളതിനാൽ ദ സം ഓഫ് ലീനിയർ പെയേഴ്സ് ഇസ് ഈക്വൽ ടു n × 180 ഡിഗ്രി. ഇതിൽ നിന്ന് ഇന്നർ ആംഗിൾസിൻ്റെ സം എന്താണ്? n-2 × 180. സോ മൊത്തം ആംഗിൾസ് അതായത് ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മിൽ നിന്ന് ഇന്നർ ആംഗിൾസിൻ്റെ സം നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് കിട്ടുന്നു. ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് n × 180 മൈനസ് n-2 × 180. ട്രയാങ്കിളുടെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ 3 × 180 മൈനസ് 1 × 180 ആണ് ചെയ്തത്. അതായത് 3 - 1 2 × 180. അതേപോലെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 4 × 180 മൈനസ് 2 × 180. 4 - 2 2 2 × 180. അതേപോലെ പെൻറ്റഗണിൻ്റെ ആണെങ്കിലും 5 × 180 മൈനസ് 3 × 180. 5 - 3 2 × 180. ഇനി ഇതേപോലെ പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് നോക്കൂ. n × 180 മൈനസ് n-2 × 180. അപ്പം n-ഉം n-2ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? നമുക്കറിയാം എന്നിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് n-2 കിട്ടുന്നത്. എന്നിൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ് n-2. ഇവിടെ ഒരു പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 2 × 180 ആണ്. ഏതൊരു പോളിഗൺ എടുത്താലും
ആ പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 2 × 180, അതായത് 360 ഡിഗ്രി ആണ്. ഏതൊരു പോളിഗൺ എടുത്താലും ഇത് ട്രൂ ആണ്. ഏതൊരു ബഹുഭുജത്തിൻ്റെയും ബാഹ്യകോണുകളുടെ തുക 360 ഡിഗ്രി ആണ്. ബാഹ്യകോണുകളുടെ തുക എന്നത് ആ ബഹുഭുജത്തിലെ വശങ്ങളുടെ എണ്ണത്തിലെ അനുസരിച്ച് മാറുന്നില്ല എന്ന് കാണാം. The sum of outer angles of the polygon does not depend on the number of sides. It is constant for every polygon we consider.